ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഡോക്ടറിൻ്റെ പ്രത്യേക ഡയറ്റിലിരിക്കുന്ന ചേട്ടന് അധികം എരിവും ഉപ്പും പുളിയും ഒന്നും ഇല്ലാതെ എങ്ങനെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ ചിന്തിച്ചത്. സംഭവം പ്രോട്ടീൻ റിച്ചും ആകണം. അതിനായിട്ടൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, കാഷ്നട്ട്സ് ഇത്രയും ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് ഞാൻ ഇളക്കുന്നുണ്ട്. അങ്ങനെ ഇളക്കി ഞാനതങ്ങ് ഒടിച്ചെടുത്തു. അപ്പോഴെനിക്കൊരു ആശ്വാസമായത്. ഇനി ഈ കറിയിലേക്ക് നമ്മൾ അധികം എരിവ് ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് വേറൊരു സംഭവം വേണം, അതാണ് തേങ്ങ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ തേങ്ങ ഇട്ടിട്ട് അതിൽ നിന്ന് പാലെടുക്കാനുള്ള പരിപാടിയാണ് ഈ നടക്കുന്നത്. അങ്ങനെ തേങ്ങയുടെ 1/2 പാൽ, അതായത് തിന്നും തിക്കുമായിട്ടുള്ള മിൽക്ക് ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് റോസ്റ്റ് ചെയ്ത സാധനം ആ തിന്നായിട്ടുള്ള മിൽക്കിൽ സോക്ക് ചെയ്തു. പിന്നെ അത് ഞാൻ അരച്ചെടുത്തു, കാരണം ഇവൻ്റെ കറിയിൽ അധികം തരിതരിപ്പൊന്നും പാടില്ല. അതിനുശേഷം ഈ അരിച്ച സാധനം ഞാൻ പാനിൽ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ അതിനെ തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി അത് തിളച്ച് വരുന്ന സമയത്തിന് നമുക്ക് അധികം മസാല ഒന്നും ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ കുരുമുളകും അതുപോലെ തന്നെ ഗരം മസാലയാണ് ചേർക്കുന്നത്. രണ്ടും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ കുറച്ച് ഗീയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയില്ലാതെ എന്താ ആഘോഷം, അപ്പം പിന്നെ നമുക്ക് മുട്ട വേണം. ഇത് പാന് ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാടുണ്ടെന്ന് തോന്നുന്നത്. ആക്ച്വലി ഞാനത് അവന് വേണ്ടി മാത്രം ചെയ്യുന്ന കറിയാണ്. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആലോചന മൊത്തം ഇത് ശരിയാകുമോ എന്ന്. കാരണം എനിക്ക് എന്ത് കറി ഉണ്ടെങ്കിലും അതിൽ എരിവിട്ടില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. അങ്ങനെ ഞാൻ കാര്യമായിട്ട് ഇളക്കുന്നുണ്ട്. അങ്ങനെ ഇളക്കി അവസാനം കയ്യും പൊള്ളിച്ചു, ആശ്വാസമായി. പിന്നെ ഇനി നമുക്ക് ഇതിനകത്ത് തിക്കായിട്ടുള്ള മിൽക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ആദ്യം തിന്നായിട്ടുള്ളതാണല്ലോ ചേർത്തത്. അപ്പം ഞാൻ അതിലേക്ക് തിക്കായിട്ടുള്ള മിൽക്ക് ചേർത്തിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോൾ തന്നെ ടേസ്റ്റ് അങ്ങ് മാറും. അങ്ങനെ സംഭവം ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം, ഒരുപാട് തിളപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ശേഷം ഞാൻ ടേസ്റ്റ് നോക്കുന്നുണ്ട്. അങ്ങനെ ടേസ്റ്റ് നോക്കിയപ്പം സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് വരെ ഇഷ്ടപ്പെട്ടു. ഇനി ഞാനിത് അവന് കൊണ്ട് കൊടുത്തിട്ട് വരാം. അപ്പം ശരി.